ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഇലകൾ വെച്ചിട്ട് നല്ല അടിപൊളി 2 ഐറ്റംസ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഇലകൾ എന്തിനാന്ന് പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലെന്നറിയാം, എന്നാലും ജസ്റ്റ് അറിയാത്തവരുണ്ടെങ്കിലോ. പ്ലാവിൻ്റെ ഇലയാണ്. നല്ല പച്ച ഇല തന്നെ നോക്കി പറിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങളതുപോലൊക്കെ പറിച്ചോ. എന്നിട്ട് ഇതുപോലെ ഈ താഴത്തെ തണ്ടിൻ്റെ ഭാഗം നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. ബാക്കി എല്ലാ ലീഫിനും നമുക്കൊന്ന് കളർ ചെയ്തിട്ട് എടുക്കണം. ആക്രിലിക് പെയിൻ്റാണ് ഞാൻ കളർ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒട്ടും വെള്ളം കൂട്ടാണ്ട് വേണം കൊടുക്കാൻ, എന്നാലേ കുറച്ച് നൈസായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഡാർക്ക് കളേഴ്സൊക്കെ നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ട്. ആ ഡാർക്ക് ബ്ലൂ അതുപോലെ ബ്രൗൺ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടി. പക്ഷേ ഈ പിങ്ക്, യെല്ലോ, റെഡൊക്കെ കൊടുക്കുമ്പം കുറച്ചൊരു എന്താ പറയുക, നമ്മൾ നീലടിക്കണ പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഡബിൾ സൈഡ് ടാപ്പാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഏത് ഗ്ലൂ ആയാലും പ്രശ്നമില്ല. പിന്നെ നല്ല ഡാർക്കായിട്ട് നിങ്ങൾക്ക് ലീഫ് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് കോട്ടും കൂടെ കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എല്ലാ പെയിൻറ്റും ഇവിടെ ഫസ്റ്റ് കോട്ട് ഒരു കോട്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഡാർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1, 2, 3 ഒക്കെ കോട്ട് അടിച്ചാൽ ഒന്നും കൂടി കട്ടിയുണ്ടാവും. ഇനി എല്ലാ ലീഫിൻ്റെയും 2 സൈഡിൽ ഇതുപോലെ പുറകു വശത്ത് ഒട്ടിച്ചെടുക്കുക ഡബിൾ സൈഡ് ടാപ്പ്, അല്ലെങ്കിൽ ഗ്ലൂ ആക്കുകയാണെങ്കിൽ ഫുള്ളായിട്ടൊന്ന് ഗ്ലൂ ആക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു A4 സൈസ് പേപ്പറാണ്. A4 ഷീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, 2 A4 എടുത്താൽ കുറച്ച് കട്ടി ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ചാർട്ട് പേപ്പറോ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 4 രൂപ വരുന്നൊരു പേപ്പറാണ് A4 സൈസിൽ. ആ പേപ്പറിലാണ് അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ളൊരു പേപ്പറാണ് കേട്ടോ. അതിലാണ് ഞാൻ ചെയ്യുന്നത്. ഇനി പ്രത്യേകിച്ച് റിസ്ക്കുള്ള പരിപാടിയൊന്നുമില്ല. ഈ ഡബിൾ സൈഡ് ടേപ്പ് ഒന്ന് പീൽ ചെയ്യുക. ഈ ഇലകൾ നമുക്ക് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ മുകളിൽ നിന്ന് ഒട്ടിച്ച് പോരാവും നല്ലത്. കാരണം നമ്മൾ ഒരു ലീഫ് കവർ ചെയ്തിട്ടാണ് അടുത്ത ലീഫ് വെക്കുക. അപ്പോൾ താഴെ നിന്നാകുമ്പോൾ നമുക്ക് മറ്റേ ലീഫ് പൊക്കിയിട്ടൊക്കെ വേണ്ടി വരും ഒട്ടിക്കാൻ. അപ്പോൾ മുകളിൽ നിന്ന് താഴത്തോട്ട് വരികയാണ് ഒന്നും കൂടെ ഈസി. ഇനി ഞാൻ ഇഷ്ടമുള്ള കളേഴ്സൊക്കെ നോക്കിയിട്ട് ഇതുപോലെ അവിടെ ഇവിടെയും അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല, റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്ത എല്ലാ ലീഫ് 2 ലീഫ് എങ്ങാണ്ട് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇതുപോലെ എന്താ പറയുക, ബ്ലൂ, ബ്രൗൺ, യെല്ലോ, പിങ്ക്, അഗെയിൻ ഒരു ബ്ലൂ, പിന്നെ ഒരു പിസ്ത ഷെയ്ഡിൽ, അങ്ങനെ പിന്നെ ഒരു റെഡും കൂടെ കേട്ടോ. അപ്പോൾ 3 ലീഫാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ടോട്ടൽ 7 ലീഫ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പം പുറത്തേക്ക് വരുന്നൊന്നും നമ്മൾ മൈൻഡാക്കേണ്ട, അതൊക്കെ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് കളയാം. നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി ഇതേ പുറത്തേക്ക് വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നീറ്റായിട്ട് കിട്ടും. ഇനിയും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. പിന്നെ ഒട്ടിച്ച് വന്നപ്പോൾ ഈ മുകളിലത്തെ ഒരു ഭാഗം മാത്രം കുറച്ച് എംറ്റി ആയി കിടക്കുന്ന പോലെ തോന്നി. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഒരു ലീഫിൻ്റെ തമ്പ് മാത്രം ഒട്ടിച്ചെടുത്തു കേട്ടോ, ഒരു പിങ്ക് കളർ വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രെയിം ആക്കിയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു. ഇതിലെ പിക്ചേഴ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതാണ് കേട്ടോ. റൂമിൽ വെക്കുന്ന ഫ്രെയിമാണ്. എനിക്ക് തോന്നുമ്പോഴൊക്കെ ആദ്യത്തെ പിക്ചർ ഇങ്ങനെ മാറ്റി വെക്കും. ഇതിപ്പോൾ ഞാൻ എന്നോ ഒരു ദിവസം ചെയ്ത വിഷ്ണുവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള വർക്കായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു വർക്ക് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ടൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഫ്രെയിം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ റേറ്റ് ഒന്നുമില്ല, 140, 150 ഒക്കെ A4 സൈസിന് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഫ്രെയിം ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി എക്സ്പെൻസ് തീരെ ഒട്ടും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിം ഉണ്ടാക്കാൻ വേറെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ന്യൂസ് പേപ്പറിൻ്റെ ഇത് വെച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഫ്രെയിം സെറ്റാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം. അപ്പോൾ വർക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ വെറും ഒരു പ്ലാവിൻ്റെ ഇലയെന്നാണ് ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചെയ്ത് ബെഡ്റൂമിൽ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ എന്തായാലും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ഐറ്റം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ലീഫ് ഉണ്ടല്ലോ, ആ ലീഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടാവണം തന്നെ കോമൺ ആയിട്ട് കാണുന്ന ലീഫാണ്. അപ്പോൾ ഈ സാധനം, അപ്പോൾ ഇതൊന്നും എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ഗോൾഡൻ മെറ്റാലിക് കളർ ഉണ്ടായിരുന്നു. ഓപ്ഷനാണ്, നിങ്ങളുടെ കയ്യിൽ ഏത് പെയിൻ്റാണോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വൈറ്റിലോട്ടായതുകൊണ്ട് ജസ്റ്റ് ഇതെടുത്തു. എനിക്ക് വൈറ്റും ഗോൾഡനും ആ ഒരു തീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ സ്കെച്ചിങ് ആണ് ചെയ്യുന്നത്. ഇതുപോലൊന്ന് സ്കെച്ച് ചെയ്യുക. അപ്പോൾ ലീഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ലോണം കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. കാരണം നമുക്ക് അതിൻ്റെ വെയിൻസും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നല്ലോണം ഫിംഗർ വെച്ചിട്ട് ഇതാക്കണം. ലീഫ് കീറിപ്പോവാണ്ട് നിൽക്കാൻ നോക്കുക. എന്നിട്ട് വളരെ പ്രതീക്ഷയോട് കൂടി ആ ലീഫ് ഒന്ന് പൊക്കണം. ആ ഒരു എക്സ്പെക്റ്റേഷൻ ഭയങ്കര വലുതാണ് കേട്ടോ. കാരണം ശരിയായിക്കണോ ഇല്ലെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടിടത്തൊക്കെ ഈ ലീഫ് വെച്ചിട്ടൊന്ന് ചെയ്തിട്ടെടുക്കാം. ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ ഒരു വൈറ്റ് പോർഷൻ, മീൻസ് വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഭംഗി ഉണ്ടായിരുന്നു. കാരണം ബ്ലാക്കിൽ ഗോൾഡൻ വരുമ്പോഴും ഭംഗിയാണല്ലോ. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം ഗോൾഡൻ ലീഫ് മാത്രമായപ്പം എന്തൊക്കെയോ ഒരു എംറ്റി ഫീലിംഗ് തോന്നി. അപ്പോൾ
ഇതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ എന്തൊക്കെ കാലിയായി കിടക്കുന്ന പോലെ തോന്നിയപ്പം ഒരു ആവശ്യമുള്ളത് ഞാനൊരു CD മാർക്കർ എടുത്തു, എന്നിട്ട് ഒന്നൊരു ഔട്ട്ലൈൻ വരച്ചു. സംഭവം കൊള്ളായി. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നമ്മൾ ഇന്നാൾ വാങ്ങിച്ച ബ്രഷ് പെൻ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലൊരു സിൽവറിൻ്റെ കളർ ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈനും കൊടുത്തു, പിന്നെ കുറച്ച് അവിടെ ഇവിടെ കൊടുത്തു. ഇനി ഈ ഒരു ഫ്രെയിമിലോട്ടാണ് നമുക്ക് സെറ്റാക്കേണ്ടത്. ഇതൊരു പഴയ ഫ്രെയിമായിട്ടോ കേടന്നിട്ടുണ്ടായിരുന്നു പറ്റുക. അപ്പോൾ ഇതേ ഞാനിത് സെറ്റാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിൻ്റെ ഗ്ലാസ് പൊട്ടിപ്പോയി. ആരല്ല നമ്മളടുത്ത് നമുക്ക് ഇനി ഫ്രെയിം മാത്രമേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല, നമ്മളെ വർക്കൊക്കെ അവിടെ ഒപ്പിച്ച് കൊടുക്കാം. അപ്പോൾ വർക്ക് എന്താ ചെയ്യുക, ഇതിൻ്റെ സൈസ് അനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് ഒന്നും ഇല്ലാത്തൊരു ഫ്രെയിമാണ്. ഇനി ഗ്ലാസ് വേണം, മീൻസ് ഫ്രണ്ടിൽ ഒരു ഭംഗി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി. ഞാൻ മടിയായിട്ട് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മിററിന് പകരം ചെയ്യാം കേട്ടോ. ഇനി എന്താ, ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പിന്നെയും എന്തോ ഒരു കുറവ് തോന്നി. ഇപ്പം നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ആ ഒരു ലീഫ് ഉണ്ടല്ലോ, അത് ഞാൻ അതിലോട്ട് ഇങ്ങനെ വെച്ച് നോക്കി. ഇപ്പോൾ എന്തോ ഒരു രസം തോന്നിയിട്ടോ, കാരണം കുറച്ച് പെയിൻറ്റ് ടൈം ഉണ്ടായപ്പോൾ വെറുതെ കളയണ്ടെന്ന് തോന്നി. അതും ഞാൻ 2 വെറുതെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. 2 വർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.